صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, തഹരീമുൽ ഉഖൂഖി വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഇന്നലെ ബിർറുൽ വാലിദൈൻ എന്നായിരുന്നു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് അൽ ഹുഖൂഖ്, ഉഖൂഖ്, തഹരീമുൽ ഉഖൂഖ്, മാതാപിതാക്കളെ ചീത്ത പറയാ, വെറുപ്പിക്കുക, അവരോട് ദേഷ്യം കാണിക്കുക, അതിനൊക്കെയാണ് ഉഖൂഖ് എന്ന് പറയാം. അക്കുൽ വാലിദൈൻ, അക്ക എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നാണ്. മാതാപിതാക്കളോടുള്ള ബന്ധം മുറിക്കുന്നതിനാണ് പ്രത്യേകിച്ച് ഉഖൂഖ് എന്ന് പറയാം. കുടുംബബന്ധം മുറിക്കുന്നതിന് ഖത്തിയത്തുർ റഹം എന്ന് പറയാം. സിലത്തുർ റഹം കുടുംബബന്ധം ചേർക്കുക, ഖത്തിയത്തുർ റഹം കുടുംബബന്ധം മുറിക്കുക. അൽ ബിർറുൽ വാലിദൈൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. അൽ ഉഖൂഖ് മാതാപിതാക്കളോട് ദേഷ്യം പിടിക്കുക, അവരെ ആക്ഷേപിക്കുക, അവരെ ചീത്ത പറയുക, അവരോട് മോശമായി പെരുമാറുക, അതിനൊക്കെ പ്രത്യേകമായി ശറഅ ഉപയോഗിച്ചൊരു വാക്കാണ് അൽ ഉഖൂഖ് എന്നത്. തഹരീമുൽ ഉഖൂഖ് അത് അടുത്ത ഹറാമാണ്. عن أبي بكرة نفيع بن الحارث رضي الله عنه قال رسول الله صلى الله عليه وسلم. അബൂ ബക്കർ നുഫൈ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ. സഹാബത്തിനോട് നബി ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബി അക്ബരിൽ കബായിരി, വൻ പാപങ്ങളിൽ നിന്ന് ഏറ്റവും വലുതിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. സലാസൻ, നബി ഇത് 3 പ്രാവശ്യം ചോദിച്ചു. ഉൽന, ഞങ്ങൾ പറഞ്ഞു. നബി 3 പ്രാവശ്യം ചോദിച്ചു, ഏറ്റവും വലിയ പാപം, വൻപാപങ്ങളിൽ നിന്നും ഏറ്റവും വലിയ പാപം പറഞ്ഞു തരട്ടെയോ. ബല യാ റസൂലല്ലാ, നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഇഷ്റാഖു ബില്ലാ, അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കലാണ്, അല്ലാഹു അല്ലാത്ത മറ്റൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കലാണ്, ഷിർക്കാണ്. രണ്ടാമത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ചീത്ത പറയലാണ്, ആക്ഷേപിക്കലാണ്, അവരോട് മോശമായി പെരുമാറലാണ്. വക്കാന മുത്തക്കിയൻ, നബി ഇങ്ങനെ ചാരി ഇരുന്നിട്ടായിരുന്നു ഇത് പറഞ്ഞിരുന്നത്. ഫജലസ്, എന്നിട്ട് ശരിക്കണ്ടിരുന്നു ഇത് പറഞ്ഞുകൊണ്ട്. ഫക്കാല, എന്നിട്ട് നബി പിന്നെയും പറഞ്ഞു, അല വഖൗലു സൂരി, പിന്നെ പറയുള്ളത് അറിയുക, വഖൗലു സൂരി, കളവ് പറയലാണ്, വശഹാദത്തു സൂരി, കള്ളസാക്ഷ്യം നിൽക്കൽ, കളവ് പറഞ്ഞ് കള്ളസാക്ഷ്യം നിൽക്കലാണ്. ഒരാളെ മോശമായ എന്തെങ്കിലും വേണ്ടിയിട്ട് കോടതിയിലോ ആൾക്കാരുടെ മുമ്പിലോ കള്ളസാക്ഷ്യം പറയാം, ഇല്ലാത്തത് കാണാത്തത് കണ്ടുകിടെന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യുക, വല്ലാഹി ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കള്ളസാക്ഷ്യം പറയലും, ഇതും വലിയ പാപമാണ്. ഫമസാല യുക്കരിറുഹ, നബി ഇതിങ്ങനെ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹത്താ ഖുൽന, അങ്ങനെ ഞങ്ങളിങ്ങനെ പരസ്പരം പറഞ്ഞില്ലേ, ഇത്തഹു സക്കത്ത, നബിയൊന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങളിങ്ങനെ ആഗ്രഹം പറഞ്ഞു. അത്രയും ഗൗരവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരം പറഞ്ഞത്, ഈ വിഷയം പറഞ്ഞത്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിനൽ കബായിരി, വൻപാപങ്ങളിൽപ്പെട്ടതാണ്, ശത്മുർ റജുലി വാലിദൈഹി, ഒരാൾ തന്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ആക്ഷേപിക്കുക, ചീത്ത പറയുക, അവരോട് മോശമായി പെരുമാറുക, മുഖം ചുളിക്കുക, ഒരുപാട് കാര്യങ്ങൾ. ഖാലു യാ റസൂലല്ലാ, അവർ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, വഹൽ യഷ്തുമുർ റജുലു വാലിദൈഹി, ഒരിക്കലും സഹാബത്തിന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല ഒരാൾ തന്റെ മാതാപിതാക്കളെ വാപ്പാനിമ്മാനും ചീത്ത പറയുന്നുള്ളത്. സഹാബത്തിന് ആലോചിക്കാൻ പോലും ഒന്ന് സങ്കല്പിക്കാൻ പോലും സാധിച്ചില്ല. അതുകൊണ്ട് അവർ ചോദിച്ചു, വഹൽ യഷ്തുമുർ റജുലു വാലിദൈഹി, ഒരാൾക്ക് തന്റെ മാതാപിതാക്കളെ ചീത്ത പറയാൻ കഴിയുമോ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബിയും എങ്ങനെയാ സങ്കല്പിച്ചത്, നഅം, ചീത്ത പറയും. എങ്ങനെ, യസുബ്ബു അബർ റജുലി, ഒരാള് മറ്റൊരാളുടെ ഉപ്പയെ ചീത്ത പറയാം. യസുബ്ബു അബർ റജുലി, ഒരാൾ വേറെ ആളുടെ ഉപ്പയെക്കുറിച്ച് ആക്ഷേപം പറയും, അയാളെ ചീത്ത പറയും. ഫയസുബ്ബു അബാഹു ഫയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു അബാഹു, അപ്പൊ ഇയാളുടെ ഉപ്പയെയും ചീത്ത പറയും. അപ്പൊ നേർക്ക് നേരെ ചീത്ത പറഞ്ഞ നബി പോലും സങ്കല്പിച്ചില്ല എന്നർത്ഥം. നബി പറഞ്ഞു കൊടുത്തത്, അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുത്തത്, ഒരാൾ വേറൊരാളെ വാപ്പാനെ ചീത്ത അറിയും, അപ്പൊ അയാൾ ഇയാളെ വാപ്പാനും ചീത്ത അറിയും. എന്റെ വാപ്പാനെ ചീത്ത പറയാൻ ഞാൻ വേറൊരാളെ ഉപ്പനെ ചീത്ത പറഞ്ഞിട്ട് അവസരം ഉണ്ടാക്കും. ഫയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു, ഒരാൾ വേറൊരാളെ ഉമ്മയെ ചീത്ത പറഞ്ഞ് അപ്പൊ അയാൾ ഇയാളുടെ ഉമ്മയും ചീത്ത പറയും.
എന്നിട്ടും നേർക്ക് നേരെ ഉമ്മയെയും ഉപ്പയെയും ചീത്ത പറയുന്നൊരു കാര്യം പറഞ്ഞു കൊടുത്തില്ല. സഹാബത്തിന് അത് തീരെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എന്നർത്ഥം. മുത്തഫഖുൻ അലൈഹി. ഇതും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. ഫി റിവായത്തിൻ, വേറെ റിവായത്തിലുള്ളത്, ഇന്ന മിൻ അക്ബരിൽ കബായിരി അൻ യൽഅന റജുലു വാലിദൈഹി. അൻ യശ്തുമ റജുലു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വൻ പാപങ്ങളിൽപ്പെട്ടത് ശത്തുമ ചെയ്യാന്നുള്ളതായിരുന്നു, ചീത്ത പറയാന്നുള്ളതായിരുന്നു. ഇവിടെ പറഞ്ഞത് യൽഅന റജുലു വാലിദൈഹി, ഒരാൾ തന്റെ മാതാപിതാക്കളെ ലഅന ചെയ്യലാണ്. ലഅന ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക, അവരെ കുറിച്ചിട്ട് മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഉഖൂഖുൽ വാലിദൈൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ ഒക്കെ ഇടയിൽ ഉള്ള ഒരു സത്യമാണ്. മാതാപിതാക്കളോട് ചീത്ത പറയലും അവരോടുള്ള ബന്ധം മുറിക്കുക. മാതാപിതാക്കളോടുള്ള ബന്ധം മുറിക്കുന്ന ഒരുപാട് തരത്തിലുണ്ട്. അവരെ കരയിപ്പിക്കുന്ന ആളുകളുണ്ട്, അവരെ ദുഃഖിപ്പിക്കുകയും വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അവരെ ദുഃഖിപ്പിക്കുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അവരെ വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കുന്നവരുണ്ട്. അവരോട് വളരെ മോശമായി പെരുമാറുന്ന ആളുകളുണ്ട്. അവരോട് വളരെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതൊക്കെ ഉഖൂഖുൽ വാലിദൈൻപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മാതാപിതാക്കളോടുള്ള ഉഖൂഖ്, അവരോടുള്ള ബന്ധം മുറിക്കൽ, അവരെ ആക്ഷേപിക്കുക എന്നുള്ളതിൽ പെട്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞതിൽ, അവരുടെ അടുക്കൽ നിന്ന് ശബ്ദമുയർത്തി സംസാരിക്കുക, അവരോട് ശബ്ദമുയർത്തി സംസാരിക്കുക, അവരോട് പരുക്കൻ രീതിയിൽ സംസാരിക്കുക. ഓരോരുത്തർക്കും അറിയാം പരുക്കൻ രീതിയിൽ സംസാരിക്കുക എന്താണെന്ന് നമുക്കറിയാം. വലാ തൻഹറുഹുമ, ഇന്നലെ പറഞ്ഞ ആയത്തിലുണ്ടായിരുന്നു, വലാ തൻഹറുഹുമ വകുല്ലഹുമ ഖൗലൻ കരീമ. അവരെ ആട്ടിയോടിക്കരുത്. അവരോട് മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണം, കരീമായ കൗലാകണം. അങ്ങനെ അവരോട് ഉഫ് പറയരുത്, അഥവാ അവരോട് എതിർത്ത് സംസാരിക്കരുത്. അവരോട് വാക്കുകൾ കൊണ്ട് അംഗം വെട്ടരുത്. അവരുടെ കൽപ്പനകളെ, അവർ പറയുന്ന കാര്യങ്ങളെ, ഏതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിനോട് മോശമായി പ്രതികരിക്കുക. എനിക്ക് കഴിയില്ല എന്ന് പറയരുത്, എനിക്കത് വയ്യ എന്ന് മുഖത്ത് നോക്കി പറയരുത്. അല്ലെങ്കിൽ വളരെ മാന്യമായിട്ടും ലുത്തുഫോടും കൂടിയാകണം അവരോട്. തഖുല്ലഹുമ വലാ തഖുല്ലഹുമ ഉഫിൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരോട് ആട്ടിപ്പായിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയരുത് എന്നുള്ളതാണ്. എന്നുള്ള പറയരുത് എന്ന് പറഞ്ഞാൽ അവരോട് എനിക്ക് വയ്യാന്നോ, എന്നെ കൊണ്ട് അത് കഴിയൂലെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനപ്പത് അങ്ങനെ പറഞ്ഞെന്നോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള എതിർപ്പ് സംസാരങ്ങൾ, അവരോട് മുഖം ചുളിക്കുക. അതുപോലെ തന്നെ അവരുടെ മുമ്പില് നമ്മൾ ഇങ്ങനെ അവരുടെ മുഖത്ത് അവരോട് അനിഷ്ടം പ്രകടിപ്പിക്കുക. അവരോട് സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഏറ്റവും മധുരമായ വാക്കുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. സംസാരത്തിൽ നിന്ന് ഏറ്റവും നല്ല വാക്കുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അവരോട് ഏറ്റവും കനിവോടെയാണ് അവരോട് നോക്കേണ്ടത്. അവരൊരിക്കലും തന്നെ നിസ്സാരമാക്കാനോ, നമ്മളെക്കാൾ ചിലപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കാം, സ്ഥാനമാനങ്ങൾ കുറഞ്ഞവരായിരിക്കാം, പുതിയ കാലഘട്ടത്തെ അറിയാത്തവരായിരിക്കാം. പക്ഷെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മുൻപിൽ മകൻ പ്രസവിച്ചു വീണ ഒന്നും തിരിയാത്ത മകനും മകളും തന്നെയാണ്. എത്ര വലുതായാലും ഉപ്പയും ഉമ്മയും തന്നെയാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും നിന്ദ്യരാക്കുകയോ നിസ്സാരരാക്കുകയോ തന്നേക്കാൾ താഴ്ന്നവനാണ് എന്നൊരിക്കലും ചിന്തിക്കുകയോ അവർ ചെയ്യരുത്. അവരെ വീട്ടുകാര്യങ്ങളിൽ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരമാവധി അവരെ സഹായിക്കണം. അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടിടത്ത് അത് ചെയ്യണം. അവർക്ക് അതിനാവശ്യം വരുന്ന സമയത്ത് അവരോട് അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അവരോട് തർക്കിക്കാൻ നിൽക്കരുത്, ഒരു കാര്യത്തിലും അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. മാന്യമായിട്ടാകണം. എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ട അവസരത്തിൽ പോലും വളരെ മാന്യമായും വളരെ മയത്തോടെയും വളരെ വിനയത്തോടെയും ആകണം അവർ പറഞ്ഞ കാര്യങ്ങളിൽ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ പോലും ഏറ്റവും മൃദുവായും മനോഹരമായും പറയണം. അതുപോലെ തന്നെ അവർ പറയുന്നത് കേൾക്കണം. അവർ പറയുമ്പോൾ ഇടക്ക് കയറി പറയരുത്, വാക്ക് മുറിച്ചു കളയരുത്. അവരുടെ സംസാരത്തെ മുറിച്ച് അവരോട് സംസാരിക്കരുത്. അവരോട് മാന്യമായി സംസാരിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ അവർ പറഞ്ഞത് കേൾക്കണം. എവിടേക്കെങ്കിലും പോകുമ്പോൾ അവരോട് സമ്മതം ചോദിക്കണം. പല ആളുകൾക്കും അതൊരു വിഷമമാണ്. പല ആളുകളും അത് ചെയ്യൂല. എവിടുക്കാ പോകണമെന്ന് ചോദിച്ചാൽ പോലും വളരെ മോശമായിട്ടാണ്. എന്താ അത് അറിഞ്ഞിട്ട് കാര്യം എന്നുള്ള ആൾക്കാണ് മക്കളൊക്കെ മാതാപിതാക്കളോട് പ്രതികരിക്കുക. ഇവരെപ്പം എന്താ എപ്പോഴും ചോദിക്കുന്നത്, ഞാൻ ഇത്ര വലുതായതല്ലേ, ഞാൻ വേറെ വീട് വെച്ചതല്ലേ, ഞാൻ വേറെ താമസിക്കണല്ലേ, എന്തിനാ ഇപ്പൊ പറയണേ? മാതാവും പിതാവും നിങ്ങൾ പ്രസവിച്ച് വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് പാല് തരുന്ന, ഭക്ഷണം തരുന്ന മാതാവും പിതാവും തന്നെയായിട്ടെന്നും സങ്കല്പിക്കണം. അവരോട് പറയണം. അവരോട് കാര്യങ്ങളിൽ മുഷാവറ ചെയ്യണം. എന്താണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യാൻ പോകുന്നു, തീരുമാനം എടുക്കുമ്പോൾ അവരെ അറിയിക്കുക. ഇങ്ങനെ മാതാപിതാക്കളോട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും വലിയ നിസ്കാരക്കാരും വലിയ നോമ്പിന്റെ ആൾക്കാരും വലിയ ദീനിന്റെ ആൾക്കാരും വലിയ ആലിമ്യങ്ങളൊക്കെ ആയി ജീവിക്കുന്ന ആളുകൾ പോലും മാതാപിതാക്കൾ അവഗണിക്കുകയും നിസ്സാരരാക്കുകയും തന്നെക്കാൾ താഴെയുള്ളവരാണെന്ന് ചിന്തിക്കുകയും അവരെ ബാക്കിയുള്ള ആളുകളുടെ ഇടയിലിട്ട് പോലും ആക്ഷേപിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് എതിര് പറയുകയൊക്കെ ചെയ്യുന്ന മാനുഷികമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു.
അവരോട് സമ്മതം ചോദിക്കണം, അവരോട് പറയണം, കാര്യങ്ങൾ മുഷാവറ ചെയ്യണം, അവരടുക്കൽ ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കണം. അവരോടൊരിക്കലും ഒരു അദബിന്റെ കാര്യത്തിൽ ഒരു നിലക്കും അവരോട് ഒരു തരത്തിലുള്ള കുറവും വരുത്താൻ പാടില്ല. അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ഒരിക്കലും അവരെ ആക്ഷേപിക്കാതിരിക്കണം. ഉഖൂഖ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മാതാപിതാക്കളെ അവരെത്ര താഴ്ന്നവരായിട്ട് നമുക്ക് തോന്നിയാലും, നമ്മളെക്കാൾ വിദ്യാഭ്യാസം സ്ഥാനമാനങ്ങളൊക്കെ കുറവുള്ളവരായിട്ട് നമ്മുടെ ഭൗതികമായ ഭ്രമത്തത നമ്മെ തോന്നിപ്പിച്ചാലും അവരെ നമ്മുടെ മാതാപിതാക്കളാണ്. അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുക പോലുമില്ലായിരുന്നു. നമ്മൾക്ക് അവർ ചെറുപ്പത്തിൽ നമ്മളോട് ചെയ്തതുപോലെയുള്ള കാരുണ്യത്തിനേക്കാൾ വലിയ കാരുണ്യം അവർ വാർദ്ധക്യമാകുമ്പോൾ, നമ്മൾ വലുതാകുമ്പോൾ അവർ വൃദ്ധരായിട്ടുണ്ടാകും, അവരോട് ചെയ്യണം. എത്ര കഴിവും ആരോഗ്യവുമുള്ള മാതാപിതാക്കളാണെങ്കിലും അവരോട് സ്നേഹം കാണിക്കണം, ബഹുമാനം കാണിക്കണം. അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തുന്നതിന് ഉഖൂഖ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഉഖൂഖ് വൻപാപമാണ്. അള്ളാഹു ആ വൻപാപത്തിൽ നിന്ന് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.